യെസ്, ശ്രീ ജലീലെ, എന്തായാലും എറണാകുളത്ത് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് പോലീസിന്. ഇപ്പോൾ ഈ വിഷയത്തിലുള്ള ഇടത് മുന്നണി സർക്കാരിൻ്റെ സമീപനം, നിലപാടൊക്കെ താങ്കൾ നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമോ, FIR ഇടുമോ? കൃത്യമായ നടപടി ഉണ്ടാകും. നിയമപരമായി സാധ്യമാകുന്ന എല്ലാ നടപടികളും ഉണ്ടാകും. കാരണം കേരളം ഭരിക്കുന്നത് ഇത്തരം ആഭാസന്മാർക്കെതിരായി വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ്. എനിക്ക് ഈ കോൺഗ്രസ് പ്രതിനിധിയോടൊരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസിനോട് ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ആദരവുണ്ട്. ഇന്ന് BJP ഉയർത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങളുടെ പേരിൽ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന വലിയ ഒരു പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇടതുപക്ഷം BJPയോട് ആശയപരമായിട്ട് ഞങ്ങൾക്ക് വിരോധമുണ്ട്. എന്നാൽ അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ നാട്ടിലെ സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആഭാസന്മാരെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടും കേരളത്തിലെ ഇടതുപക്ഷത്തിനില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം എന്നോട് കൂട്ടി വായിക്കണം. ഭരണ സംരക്ഷണത്തിൻ്റെ ഭാഗമായി സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടി തന്ത്രങ്ങൾ ഭരണകൂട സൗകര്യത്തോടു കൂടി ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. ഇത് 2004 കേരളത്തെ പിടിച്ചു കുലുക്കിയ ഐസ്ക്രീം കേസിൻ്റെ കാലത്ത് മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. അന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉംറ നിർവഹിച്ചിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പ്രവാചകന്മാർ നേരിട്ട പരീക്ഷണമാണെന്ന മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്. ഏത് പ്രവാചകനായ ഇസ്ലാം പെൺവാണിഭ കേസിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചത് ആരാണ്? താങ്കൾ പറ, ആരാണ് PK കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചെടുത്തത്? അതിന് ഉത്തരം താങ്കൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയോടും കൂടി ചോദിക്കണം. അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയോട് കൂടി ചോദിക്കണം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ശ്രീധരൻ പിള്ളയോടല്ല ഞാൻ ചോദിക്കേണ്ടത്, ശ്രീധരൻ പിള്ളയോടല്ല, ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ INLന്റെ നേതാവായ ശ്രീ ജലീലിനോട് തന്നെയാണ്. താങ്കൾ പറ, അന്ന് ആരായിരുന്നു അധികാരത്തിൽ? ആരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഊരിക്കൊടുത്തത്? ആരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഊരിക്കൊടുത്തത്? കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു സമരത്തിന് വേണ്ടി 10-20 വർഷക്കാലത്തെ ജീവിതം സമർപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഞാൻ അടക്കമുള്ളവർ. പക്ഷേ BJP ഈ പറയപ്പെടുന്ന പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കാട്ടുന്ന ഈ സമരാവേശത്തിൻ്റെ 1000-1 കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള സമരത്തിൽ കാട്ടിയിട്ടുണ്ടോ? സ്വയം ഓരോ BJPക്കാരനും ചോദിക്കണം. മറ്റൊന്നതുമായി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ CPM-ഉം കോൺഗ്രസും ബായി ആണെന്ന്. ഞാൻ തെളിവ് നിർത്തി തരാം. ഞാൻ പറഞ്ഞുതരാം. താങ്കൾക്ക് ബേപ്പൂർ ഓർമ്മയുണ്ടോ? എനിക്കറിയാം. താങ്കൾക്ക് വടകരയുണ്ടോ? എല്ലാം അറിയാം. ഇടതുപക്ഷം അങ്ങനെ ഒരു അധമന്മാരെയും ഒരു ആഭാസന്മാരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് കേന്ദ്രം അത് അന്വേഷിക്കുന്നില്ല? ഐസ്ക്രീം ഭരണം ഈ രാജ്യത്തെ നിരപരാധികളായ ചെറുപ്പക്കാരെ മതത്തിൻ്റെ കനം നോക്കിക്കൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ടല്ലോ. EDയും CBIയും NIAയും ഒക്കെ ഈ നാട്ടിൽ ഓരോ ഗല്ലികളിലും തേരോട്ടം നടത്തുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള പ്രമാദമായ കേസുകൾ എന്തുകൊണ്ടാണ് BJP അന്വേഷിക്കാത്തത്? അതാണ് പറഞ്ഞത്. PS ശ്രീധരൻ ഫോക്കസിനോട് ചോദിക്കണം. ബേപ്പൂരിലും വടകരയിലും BJP അല്ല കേന്ദ്രത്തിൽ ഭരിച്ചത്. ഇവിടെ കേരളത്തിൽ ആരാ ഭരിച്ചത്? പെൺവാണിഭ കേസ് നടക്കുമ്പോൾ കേരളത്തിൽ ആരായിരുന്നു അധികാരത്തിൽ? പറയുന്നേ സത്യം പറ. ഐസ്ക്രീം പാർലർ കേസിൽ കൃത്യമായ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് അത് കൈകൾ ശുദ്ധമാണ്. പക്ഷെ തുടർന്ന് വന്ന UDF സർക്കാരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടന്നാൽ അത്തരമൊരാളെ സാമൂഹികമായിട്ട് ബഹിഷ്കരിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. BJP നേതാവ് ശ്രീധരൻ പിള്ള അടക്കമുള്ളവർ ആ ബാധ്യത നിറവേറ്റിയില്ല എന്നുള്ള കാര്യം BJP പ്രവർത്തകർ കൂടി അംഗീകരിക്കണം. അത് ഇവിടെ BJPയും CPM-ഉം കോൺഗ്രസും ബായി ആണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ബേപ്പൂരും വടകരയിലും ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള
പാർട്ടികൾ സഖ്യമായി മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ രക്തത്തിനായി ദാഹിച്ച കഥ താങ്കൾക്കറിയാം. ആ കഥ മറ്റുള്ളവർക്ക് അറിയണമെങ്കിൽ ദിവംഗതനായ KG മാരാർജിയുടെ ആത്മകഥയുണ്ട്. ഈ കേസ് സെറ്റിൽ ചെയ്യുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. കൊച്ചിയിൽ ഒരു കേസ്, കൊച്ചിയിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. FIR രജിസ്റ്റർ ചെയ്യുമെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ ഒരു FIR രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും താങ്കൾ അത് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. യെസ്, ഈ ചർച്ച അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സിമി റോസ്ബെൽ ജോൺ, എന്തായിരിക്കും ഇതിൽ നിന്ന് വല്ലതും പഠിക്കുമോ? ഇപ്പോഴും VD സതീശൻ പറയുന്നത് ശക്തമായ നടപടികൾ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, ഭരണം എനിക്ക് തോന്നുന്നു റെജി ഒരു മിനിറ്റ്. അഭിജിത്തിന്റെ കാര്യം തന്നെ ബഹുമാന്യായ ഈ ഫ്ലോറിൽ ഇരുന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വിമർശനം മുന്നിൽ നിന്ന് ബഹുമാനായ ശ്രീ റെജി സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിമി റോസ്ബെൽ ജോൺ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കറിയാം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച സിമി റോസ്ബെലിനെ എനിക്കറിയാം. പ്രവർത്തന പാരമ്പര്യമുണ്ട്, പരിചയമുണ്ട്, അനുഭവങ്ങളുണ്ട്. എന്തിനാണ് ആ പാർട്ടിയും ഇത്ര പുച്ഛത്തോടെ സംസാരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിൽ ധാർമ്മിക രോഷമുണ്ട്. ഞാൻ എന്റെ പ്രതിഷേധമാണ്. ആ ധാർമ്മിക രോഷമാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. യെസ് സിമി, അവസാനിപ്പിക്കാം. അല്ല, ഒരു ഭരണഘടനാ പദവിയിലിരുന്ന എന്നോട് എത്രമാത്രം മോശമായിട്ട്, എത്രമാത്രം അപമാനകരമായ രീതിയിൽ എവിടെയൊക്കെ വെച്ചിട്ട് ഈ VD സതീശൻ കഴിഞ്ഞ 6 വർഷക്കാലം, അതായത് അദ്ദേഹത്തിന്റെ ഉഗ്രശാസനാണ് ഞാൻ വീട്ടിലിരിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തിന് പറയാം, എന്നോട് പറയാൻ അദ്ദേഹം ആളായിട്ടില്ല. അത്രമാത്രം എന്നോട് നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, എന്റെ കൊടും ശാപം, എന്റെ കൊടും ശാപം, അദ്ദേഹത്തിന്റെ എല്ലാ പ്രൊമോഷനെയും തടയും. എഴുതി വെക്കൂ അനിൽ നമ്പ്യാർ, എഴുതി വെക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു. നല്ല കാര്യം. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. പക്ഷേ ആ ധാർമ്മികത എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ്